സമയം 7 മണിയായിരിക്കുന്നു. അങ്ങനെ നിലമ്പൂർ ഇപ്പോൾ വിധിയെഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. 7 മണി, ബൂത്തുകളിൽ പോളിംഗ് തുടങ്ങി എന്നുള്ള കാര്യം കൂടി നിലമ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് ഇപ്പോൾ അക്കാര്യം അറിയിക്കുന്നുണ്ട്. 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക. പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ബൂത്തുകളിൽ. മിഥില ബാലൻ ഇപ്പോൾ ചുങ്കത്തറയിൽ നിന്നുള്ള വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. മിഥില, അപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഉന്മേഷ്, പോളിംഗ് തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ 180-ാം ബൂത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. ഈ ബൂത്തിലെ ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബൂത്തിൽ തന്നെയായിരിക്കും PV അബ്ദുൽ വഹാബ് MP എത്തുക. അദ്ദേഹം 181-ാമത്തെ ബൂത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ നഗരത്തിൽ തന്നെയാണ്. ചുങ്കത്തറയിലേക്ക് അല്പസമയത്തിനകം പോകും. ചുങ്കത്തറയിലാണ് NDA സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം 10 മണിയോടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. നിലവിൽ ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഒരു ബൂത്തിലെ ആദ്യ വോട്ടർ, 180-ാമത്തെ ബൂത്തിലെ ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഈ പോളിംഗ് സ്റ്റേഷനിൽ 5 ബൂത്തുകളാണുള്ളത്. ഈ 5 ബൂത്തുകളിൽ 3 ഇടങ്ങളിൽ 1000-ന് മുകളിൽ വോട്ടർമാരുണ്ട്. അവർ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് രേഖപ്പെടുത്തി? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ മെച്ചമായിട്ടൊക്കെ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ ആദ്യ ആളുടെ പ്രതികരണമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്യൂ ഇപ്പോൾ ഈ ഒരു ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന് മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ മഴയുണ്ടായിരുന്നു, പക്ഷേ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഒരു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെയായിരിക്കാം മഴ ശമിച്ച സമയത്ത് ആളുകൾ വേഗത്തിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്താൻ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാം. വലിയ രീതിയിലുള്ള ക്യൂ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. സ്ത്രീകളുടെ വലിയൊരു നിരയുണ്ട്, പുരുഷന്മാരുടെ നിരയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ ആദ്യം ലൈവ് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ചേരുകയാണ്. നിതിൻ, അമരമ്പലത്ത് പോളിംഗ് എല്ലാ ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ പോളിംഗ് ആരംഭിച്ചോ? എങ്ങനെയാണ്? വോട്ടർമാര് സജീവമായി ഉണ്ടോ രാവിലെ തന്നെ? ക്രിസ്റ്റീന, നിലവിൽ ഇപ്പോൾ ഇവിടെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഞാൻ ഈ നിൽക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലെ പൂക്കാട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളാണ്. വോട്ട് രേഖപ്പെടുത്തി ആദ്യം ഒരാളിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ നമുക്കിപ്പോൾ 7 മണിക്ക് തന്നെ ഇവിടെ കാണാം. വലിയ ക്യൂ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരോടക്കം നിരവധി പേർ രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. അതിന്റെ ക്യൂ ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന പൂക്കാട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളാണുള്ളത്. 244 മുതൽ 246 വരെ. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. നമുക്ക് നേരത്തെ തന്നെ അദ്ദേഹം പ്രതികരിച്ച പോലെ തന്നെ രാവിലെ നേരത്തെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ജോലിക്ക് പോകേണ്ട നിരവധി ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. വലിയ ആവശ്യം തന്നെയാണല്ലേ? വലിയ ആവശ്യം തന്നെയാണ്. വലിയ ആവശ്യം തന്നെയാണ്. സ്വതവേ രാവിലെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ട്? സാധാരണ നേരത്തെ എത്താറുണ്ട്. നേരത്തെ വരാറുണ്ട്. ജോലിക്ക് പോകേണ്ട തിരക്കുള്ള പോകണം, അതുകൊണ്ടാണ്. അത് തന്നെയാണ്. കാരണം ആളുകൾക്കൊക്കെ ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ വോട്ട് രേഖപ്പെടുത്തി അവരുടെ ജോലി തിരക്കിലേക്ക് പോകുക എന്ന പതിവിലേക്ക് തന്നെ കടക്കുകയാണ്. അതിന് മുൻപ് അവരുടെ അവകാശം വിനിയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 6 മണിക്ക് മുതൽ തന്നെ ഇവിടെ സ്ത്രീകൾ ഇവിടെ വന്നു. ആളുകളൊക്കെ ഇവിടെ തന്നെ വലിയ ക്യൂ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പൂക്കാട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 ബൂത്തിലും ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അമരമ്പലം പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്ന പൂക്കാട്ടുപാടം. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കാട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. രാവിലെ മുതൽ തന്നെ അവിടെ നീണ്ട ക്യൂ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി മുത്തേടം പഞ്ചായത്തിലേക്കാണ്. വിഷ്ണു സുരേഷാണ് അവിടെ നിന്ന് ചേരുന്നത്. വിഷ്ണു, അവിടെയും ഈ വോട്ടേഴ്സിന്റെ ക്യൂ രാവിലെ തന്നെ ഉണ്ടോ? ഉന്മേഷ്, രാവിലെ മുതൽ തന്നെ ഈ മുത്തേടം GHS സ്കൂളിൽ വലിയ ക്യൂ ഉണ്ട്. ഏകദേശം 6ലധികം ബൂത്തുകൾ ഇവിടെ ഉണ്ട്. ആ ബൂത്തുകളിൽ പോളിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്ത് തിരികെ പോകാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ മറ്റൊരു പ്രത്യേകത ഇവിടെ കാണുന്നത് ഈ മൊബൈൽ ഫോൺ, വോട്ടർമാർ പോളിംഗ് എത്തുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്ന ഒരു രീതിയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറുന്ന സമ്മതിദായകരുടെ മൊബൈൽ ഫോൺ ഇവിടെ ടോക്കൺ അനുസരിച്ച് വാങ്ങി വെക്കും. അതിനുശേഷം വോട്ട് ചെയ്ത ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ആ ടോക്കൺ നൽകുമ്പോൾ അവർക്ക് മൊബൈൽ ഫോൺ തിരികെ കൊടുക്കുന്നു. ഒരു പക്ഷേ ഇത് ആദ്യമായിരിക്കാം ഇത്തരത്തിലൊരു രീതി ആരംഭിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീണ്ട നിര ഈ രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഒരു പക്ഷേ നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്വഭാവത്തിൽ അതിരാവിലെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. ചേട്ടാ, രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് പോകാൻ ഒരു തീരുമാനം?
രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്താൽ തിരക്കുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത്. വലിയ പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്? കുഴപ്പമില്ല, നടക്കട്ടെ, അതൊക്കെ ആവശ്യമല്ലേ. കുഴപ്പമൊന്നുമില്ല. ഇല്ല നടക്കട്ടെ. മഴ ഏതെങ്കിലും തരത്തിലൊരു ഇല്ല, മഴ വിഷയമൊന്നുമില്ല, ജനങ്ങളൊക്കെ എല്ലാം ഹാപ്പിയിലാണ്. ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. മഴ തിരിച്ചടിയാവില്ല. കനത്ത പോളിംഗ് ഇത്തവണ ഉണ്ടാകും. അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ നിലമ്പൂർ ഉയർന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഈ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ എല്ലാവരും ഒരുപോലെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നിലമ്പൂർ ഇപ്പോൾ മൂത്തേടത്തു നിന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മൂത്തേടത്തുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. മൂത്തേടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു UDFന്റെ ശക്തമായ കോട്ടയാണ്. 15 വാർഡുകളിലുള്ളതിൽ 13 UDFന് ഒപ്പം നിൽക്കുന്ന വാർഡുകളാണ്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു മാജിക്കൽ ഇൻഫ്ലുവൻസ് ആർക്ക് നടത്താൻ സാധിക്കും? LDFനോ അല്ലെങ്കിൽ അവർ PV അൻവറിനൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതടക്കം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്. പോളിംഗ് നടപടികൾ നിലവിൽ മൂത്തേടം പഞ്ചായത്തിൽ ഒരിടത്തും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ രാവിലെയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഈ പോളിംഗ് മെഷീൻ പണിമുടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ ആയിരിക്കും പോളിംഗ് ആളുകൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തുക. പ്രത്യേകിച്ച് ഇന്ന് ജോലിക്കൊക്കെ പോകേണ്ട ആളുകൾ ഉള്ളതുകൊണ്ട് അവർ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. രാവിലെ തന്നെയായിരിക്കും പോളിംഗിന്റെ തോത് ഉയർന്നു നിൽക്കുക. ശരി, മൂത്തേടം പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് നൽകിയത്. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ. ഇപ്പോൾ തന്നെ പല ബൂത്തുകളിലും വോട്ടേഴ്സിന്റെ നീണ്ട ക്യൂ ഉണ്ട് എന്നാണ് അവിടെ നിന്ന് 24 പ്രതിനിധികൾ അറിയിക്കുന്നത്. അതിനിടെ വഴിക്കടവ് AUP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാർ കണ്ടെത്തി എന്നുള്ള കാര്യം ഇപ്പോൾ സുർജിത് അയ്യപ്പത്ത് അറിയിക്കുന്നുണ്ട്. ഏതായാലും നിലമ്പൂർ രാവിലെ തന്നെ സജീവമായിരിക്കുന്നു. ബൂത്തിലേക്ക് വോട്ടേഴ്സ് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.